ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പുട്ടൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കഷ്ണം പുട്ടെടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തേങ്ങയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേന്ത്രപ്പഴം നെയ്യിൽ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. നേന്ത്രപ്പഴം ഞാൻ 3 കഷ്ണം പുട്ടിന് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുട്ടിൻ്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ പഴത്തിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുക. പഴം നല്ല പോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ചെറിയും കൂടെ ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ബദാം, ഈന്തപ്പഴം, പിസ്ത എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർക്കുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള പുട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പുട്ടിൻ്റെ ആ കഷ്ണത്തിലുള്ള തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ പുട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ട് നമുക്കിപ്പോൾ രാവിലെയൊക്കെ പുട്ടുണ്ടാക്കിയത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ പുട്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. പുട്ട് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പുട്ട് അത്യാവശ്യത്തിന് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരയും പഞ്ചസാരയും വേണ്ട, ഈ പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയണില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർക്കണില്ല. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിയിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു ലഡുവിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പഴത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളത് കാരണം തന്നെ നമുക്ക് പുട്ടാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പുട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ബാക്കി വരാതെ തന്നെ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.